ബി.ജെ.പി ഏറെ കൊട്ടിഘോഷിച്ചു നടക്കുന്നതാണ് ഗുജറാത്ത് മോഡലും യു.പി. മോഡലുമൊക്കെ. അവയുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്ന തെളിവുകൾ ഓരോ ദിവസങ്ങളിലും പുറത്തുവരികയാണ്. യു.പിക്ക് പിന്നാലെ ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളിലെ റോഡുകളെല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ്. തലസ്ഥാനമായ അഹമ്മദാബാദിലെ റോഡിലെ പാതാളക്കുഴിയുടെ ദൃശ്യങ്ങൾ വൈറലാണ് താനും. ഇതിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സ്വന്തം മണ്ഡലമായ ഗാന്ധിനഗറിൽ റോഡിലെ വെള്ളക്കെട്ടിൽ ബി.ജെ.പിയുടെ കൊടി നാട്ടി പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. അഹമ്മദാബാദിനും ഗാന്ധിനഗറിനും പുറമെ ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളായ ഭുജ്, ജുനാഗഡ്, സൂറത്ത്, വാപ്പി, ബറൂച്ച് നിരത്തുകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഏറ്റവും ഞെട്ടിപ്പിച്ചത് തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്കിടെയാണ് അഹമ്മദാബാദിലെ ഷേലയിൽ പൊതുനിരത്തിൽ ഭീമാകാരമായ ഗർത്തം രൂപപ്പെട്ടത്. റോഡിലെ വൻ ഗർത്തത്തിന്റെ ദൃശ്യങ്ങൾ വിവിധ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ബി.ജെ.പി സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. അഹമ്മദാബാദ് സ്മാർട്ട് സിറ്റിയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഭൂഗർഭ മഴവെള്ള സംഭരണി എന്നാണ് കോൺഗ്രസ് കേരള ഈ ദൃശ്യങ്ങൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒരിറ്റു വെള്ളം അറബിക്കടലിലേക്ക് ചോർന്നു പോകാതിരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നും പോസ്റ്റിൽ പരിഹസിക്കുന്നു. ഗാന്ധിനഗറിലും സ്ഥിതികൾ വ്യത്യസ്തമല്ല. റോഡുകളെല്ലാം തകർന്ന് കുഴിയും കുളവുമായിരിക്കുകയാണ്. റോഡിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ കാർ വീണ് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവവും റിപ്പോർട്ട് ചെയ്തു. ജീവൻ പണയം വെച്ചാണ് ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നത്. നഗരപാതകൾ വെള്ളക്കെട്ടിലായി ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് ഗാന്ധിനഗറിൽ പ്രതിഷേധവുമായി നാട്ടുകാർ തെരുവിലിറങ്ങിയത്. റോഡ് കോൺട്രാക്ടർമാരും ബി.ജെ.പി നേതാക്കളും തമ്മിലുള്ള അഴിമതിയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് റോഡുകളെ എത്തിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. അഹമ്മദാബാദിലെയും സൂറത്തിലെയും വിവിധയിടങ്ങളിൽ റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. 153 മില്ലിമീറ്റർ മഴയാണ് ഇവിടങ്ങളിൽ പെയ്തത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീവ്രമായ മഴയാണിത്. കനത്ത മഴയിൽ ദേശീയപാത ഉൾപ്പെടെ തകർന്നു കിടക്കുകയും പ്രധാന പാതകളെല്ലാം വെള്ളക്കെട്ടായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയുമാണ്. പാതയോരങ്ങളിലെ വൻമരങ്ങൾ കടപുഴകി വാഹനങ്ങൾക്കുമേൽ പതിച്ച സംഭവങ്ങളും ഉണ്ടായി. സൗരാഷ്ട്രയോട് ചേർന്നുള്ള വടക്കുകിഴക്കൻ അറബിക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള ചുഴലിക്കാറ്റിനെ തുടർന്നാണ് ഗുജറാത്തിലുടനീളം തീവ്ര മഴ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത 5 ദിവസം സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ സാഹചര്യത്തിലും ഇനിയും എത്ര റോഡുകൾ തകരുന്ന കാഴ്ചകൾ തങ്ങൾ കാണേണ്ടി വരുമെന്നാണ് ജനം ചോദിക്കുന്നത്. നേരത്തെ യു.പിയിലെ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തിയിടത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് 6 മാസം പിന്നിട്ടപ്പോഴേക്കും അവിടേക്കുള്ള റോഡുകൾ ആകെ തകർന്നു തരിപ്പണമായതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഭക്തിപഥ്, രാമജന്മഭൂമി ഭത്ത്, രാംഭത്ത്, ധർമ്മഭത്ത് എന്നീ റോഡുകളാണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് മാസങ്ങൾക്കിടെ കുണ്ടും കുഴിയുമായത്. രാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഈ പാതകളിൽ പലയിടത്തും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവാത്ത വിധം കുണ്ടും കുഴിയുമായി. നഗരത്തിൽ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് പുതുതായി നിർമ്മിച്ച റോഡുകൾ അടക്കം ഇടിഞ്ഞു താഴുന്നത്. ഒരു റോഡിലെ വൻ ഗർത്തത്തിൽ കാർ വീണതും മറ്റു പലയിടത്തും തകര ബോർഡുകൾ കൊണ്ട് കുഴികൾ മറച്ചിരിക്കുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ചിലയിടങ്ങളിൽ നാട്ടുകാർ മരച്ചില്ലകളും ഇഷ്ടികകളും ഫ്ലക്സ് ബോർഡുകളും വെച്ചാണ് കുഴിയിൽ ചാടാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയത്. പല റോഡുകളിലും നടുഭാഗത്താണ് കുഴികൾ രൂപപ്പെട്ടത്. സംഗതി വിവാദമാവുകയും വികസനത്തിന്റെ അയോധ്യ മോഡലിനെതിരെ പരിഹാസമുയരുകയും ചെയ്തതോടെ മുഖം രക്ഷിക്കാൻ സസ്പെൻഷൻ നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയിരുന്നു. റോഡുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിലെ 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 2 അസിസ്റ്റന്റ് എഞ്ചിനീയർ, 2 ജൂനിയർ എഞ്ചിനീയർ എന്നിങ്ങനെ 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ തങ്ങളുടെ ദുരിതം ഇതുകൊണ്ടൊന്നും തീരില്ല. അത് റോഡുകൾ നന്നായാൽ മാത്രമേ പരിഹരിക്കപ്പെടൂ എന്നാണ് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്.